ബഡി, നമുക്കൊരു ഷോർട്ട് ഫിലിം പിടിച്ചാലോ? ഷോർട്ട് ഫിലിമോ? അതേടാ, വളരെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉള്ള ഒരു കൊച്ചു കഥ. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ നമുക്കിതൊക്കെ പറ്റുമോ? വേണമെന്ന് വെച്ചാൽ നടക്കും. അതിനൊരു കഥ വേണ്ടേ? ഒരു ഉഗ്ര സംഭവം ഉണ്ട് എന്റെ മനസ്സിൽ. നമുക്കതൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താലോ? എന്നിട്ട് എവിടെ അത്? നീ എഴുതിയോ? എഴുതിയില്ല, എഴുതണം. ആദ്യം നീ അത് എഴുതിയൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്ക്. എഴുതുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. അങ്ങനെ ഞാനും നന്നായി. അതാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ പേര്. പിന്നെ ഫീസ് അടച്ചതിന് ശേഷം എന്നെ ഒന്ന് കണ്ടാൽ മതി. ഡോക്ടർ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സഡൻലി ഒരു പോലീസ് ജീപ്പ് കമ്മിങ് ആൻഡ് സ്റ്റോപ്പിംഗ് ദേർ. പ്രേക്ഷകർ പല ടൈപ്പിലുണ്ട്. അതിനെന്താ കുമാരേട്ടാ, നിങ്ങൾക്കൊരു നല്ല കാര്യം ഉണ്ടാകുമെങ്കിൽ നമുക്ക് എന്താണോ അത്രേ ഉള്ളൂ. ഏത് വണ്ടിയായിട്ടുണ്ട് അത്രേ ഉള്ളൂ. ആരെന്താ ജോസേട്ടാ, നോ പ്രോബ്ലം. അത്ര പറഞ്ഞ് 4ാമത്തെ സീനങ്ങ്. അളിയ, നമ്മുടെ കഥയ്ക്ക് കുറച്ച് ആൾക്കാർ വേണം. ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയിൽ അഭിനയിച്ച് നന്നായിട്ട് അത് ലയിച്ച് അഭിനയിക്കണം. അപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര പേര് നന്നായിട്ട് അഭിനയിക്കും. അളിയ, അതിനൊന്നും ആവശ്യമില്ലടാ. ഇതെന്ത് ഫിലിമാ? ജസ്റ്റ് ഷോർട്ട് ഫിലിം അല്ലേ? അതല്ല അളിയ, അവൻ പറയുന്നൊരു കാര്യമുണ്ട്. സ്ക്രീൻ ടെസ്റ്റ് ഇല്ലാതെ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. 오빤 강남 스타일 낮에는 따사로운 인간적인 여자 커피 한 잔에 여유를 아는 품격 있는 여자 밤이 오면 심장이 뜨거워지는 여자 그런 반전 있는 여자 너는 선어해 낮에는 너만큼 따사로운 그런 선어해 커피 식기도 전에 원샷 때리는 선어해 밤이 오면 심장이 터져버리는 선어해 그런 선어해 아름다워 사랑스러워 그래 너 그래 바로 너 아름다워 사랑스러워 그래 너 그래 바로 너 지금부터 갈 때까지 가볼까 오빤 딱 내 스타일. അളിയ, നീ എന്താണ് തേങ്ങാപ്പുളയോ കാക്കയെപ്പോലെ നിൽക്കുന്നത്? എന്ത് പറയാനളേ, എന്നെ പോലെ അഭിനയിക്കാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. നമുക്ക് അഭിനയിക്കാൻ അറിയാവുന്ന പിള്ളേരെ ഇറക്കാം. എന്റെ ഓരോ ഭ്രാന്തൻ ചിന്തകൾ ഒരുപക്ഷെ ജനിക്കുന്നതിന് മുമ്പ് കുഴിച്ചുമൂടാൻ വിധിക്കപ്പെട്ടതായിരിക്കും ഈ കഥ. ചേടാ, യവനെന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? സാരമില്ലണം. യവനെന്താണ് കൊമ്പസ്രാവ് കടിച്ച? മച്ചാനെ, കടുക്കനിട്ടോള് പോയാൽ കമ്മലിട്ടോള് വരും. നീ ചുമ്മാ സീനാക്കാതെ ഹാപ്പി ആവടാ. നമുക്കെല്ലാവരും ഒന്നുകൂടി വിളിച്ച് കഥ പറഞ്ഞ് കേൾപ്പിക്കാം. നമുക്ക് റെഡിയാക്കാം. അവിടെ ഒന്ന് ചിരിക്കടാ. അളിയ, എന്താണ് വീണ്ടും ഒരു ഗൂഢാലോചന? ഇനിയും സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ജന്മം ബാക്കിയാണോ? ഓ പിന്നെ പുതിയ വല്ല ഉളത്തരം കണ്ടുപിടിച്ച് കാണുമോ? അങ്ങനെ അല്ലടാ, അവന്റെ നല്ലൊരു ഐഡിയ അല്ലേ? ഓ പിന്നെ അവന്റെ ഒരു ഐഡിയ ചവിട്ട് വെച്ച് കൊടുക്കണം. അവന് ഓസ്കാർ വാങ്ങാൻ പോവല്ലേ? അങ്ങനെയല്ലടാ, നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം
പറയാനുള്ളൊരു അവസരമാണ്. എല്ലാവരും കൂടെ വിചാരിച്ചാൽ വിജയിപ്പിച്ചെടുക്കാം. ദാ യവനാണ് നമ്മ പറഞ്ഞതാണ്. അയാളെ മറേ എന്താണല്ലേ പുതിയ വല്ല വെളിപാടും ഉണ്ടായോ? അതല്ലളിയ, നമുക്കിത് ചെയ്യണം. ജീവൻ കാത്തു കിടക്കുന്ന നമ്മുടെ കഥയ്ക്ക് നമുക്ക് ജീവൻ കൊടുക്കണം. പിന്നെ ജീവൻ കൊടുക്കാൻ ഇവനാരാ, ഭഗവാനോ? നിർത്തറ അളിയ, നമ്മളെ സ്ക്രീൻ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്ക്രീൻ ടെസ്റ്റ് അളിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ അഭിനയിക്കണ്ട, നമ്മുടെ കഥ അറിഞ്ഞത് ജീവിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കഥയ്ക്ക് ഒരു ഉണർവ് കിട്ടത്തുള്ളൂ. പൊന്നളിയാ, നീ ഭ്രാന്ത് പറയല്ലേ, ഇതൊന്നും നടക്കൂല. ഇതൊക്കെ വേലയും കൂലില്ലാതെ പിള്ളേർക്ക് പറഞ്ഞ ഏർപ്പാടാ. അളിയ നീ പറഞ്ഞ ശരിയാ, ഞാൻ അതിനോട് യോജിക്കുന്നു. അങ്ങനല്ല, നിങ്ങളെ കഥയൊന്ന് കേട്ട് നോക്കും, എന്നിട്ട് പറ. ഐ ആം സോറി അളിയ, എന്നെ വിട്ടേക്ക്. നിക്കളിയ ഞാനും വരുന്നു, എന്നെ ആ കവലയിലോട്ടൊന്ന് ഡ്രോപ്പ് ചെയ്ത് തരും. വിടളിയാ, നീ സങ്കടപ്പെടണ്ട. വിധി ഉണ്ടെങ്കിൽ ഈ കഥ വീണ്ടും നടക്കും.